ചേർത്തല താലൂക്കിലെ തണ്ണീർമുക്കത്ത് എത്തിച്ചേർന്ന തൃപ്പാദങ്ങളെ ഗുരുദേവ ഭക്തരായ ആലപ്പുറത്ത് അച്യുതൻ വൈദ്യർ, കണ്ടത്തിൽ മുണ്ടുചിറ ചീരു തുടങ്ങിയവർ ചേർന്ന് ചെമ്മനത്തുകരയിലേക്ക് ക്ഷണിച്ചു. വൈക്കം സത്യാഗ്രഹത്തിനും ക്ഷേത്രപ്രവേശന വിളംബരത്തിനും മുൻപ് 1921 ജനുവരി മാസത്തിൽ വേമ്പനാട് കായൽ മാർഗം ചെമ്മനത്തുകര കരിമ്പൂഴിക്കാട്ട് കടവിൽ തൃപ്പാദങ്ങൾ എത്തിച്ചേർന്നു. 41 വീട്ടുകാർ ചേർന്ന് നടത്തിയിരുന്ന ഭജനമഠത്തിലെ പ്രതിഷ്ഠ നടത്തിത്തരണമെന്ന് ഭക്തജനങ്ങൾ അപേക്ഷിച്ചു. പ്രതിഷ്ഠ എന്തായിരിക്കണമെന്ന് ഭക്തർ ചിന്തിച്ചിരിക്കെ പരിസരത്ത് താമസിച്ചിരുന്ന തമിഴ്നാട്ടുകാരനായ സ്വർണ്ണപ്പണിക്കാരൻ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാധനം വാങ്ങിക്കൊണ്ടുവരുവാൻ ഗുരുദേവൻ അരുൾ ചെയ്തു. വെള്ളിനാണയം ഉരുക്കി നിർമ്മിച്ച വേലിന്റെ അവസാന മിനുക്കുപണിയിലായിരുന്ന പണിക്കാരനിൽ നിന്ന് വേലി വാങ്ങിക്കൊണ്ടുവന്ന് താമരമൊട്ടിന്റെ ആകൃതിയിൽ ഇലഞ്ഞിത്തടി കൊണ്ട് നിർമ്മിച്ച പീഠത്തിൽ 1921 ജനുവരി മാസത്തിലെ മകയിരം നാളിൽ തൃപ്പാദങ്ങൾ വെള്ളിവേൽ പ്രതിഷ്ഠ നടത്തി. ബാലസുബ്രഹ്മണ്യന്റെ ചിത്രവും സ്ഥാപിച്ചു. പലമതസാരവും ഏകമെന്ന ഗുരുവചനമനുസരിച്ച് തുടക്കം മുതലേ നാനാജാതി മതസ്ഥർക്കും ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരായ ഇവിടുത്തെ ജനങ്ങളോട് താൽപര്യമുണ്ടായിരുന്ന ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തി 2 മാസത്തിന് ശേഷവും ചെമ്മനത്തുകരയിൽ വന്നു. ക്ഷേത്രത്തിലെ പൂജയിലും പ്രാർത്ഥനയിലും ഗുരു സംപ്രീതനായിരുന്നു. ക്ഷേത്രത്തോട് ചേർന്ന് വിദ്യാലയം സ്ഥാപിക്കുവാനുള്ള ഗുരുദേവ കൽപ്പന പ്രകാരം കണ്ടത്തിൽ കുറുമ്പൻ ക്ഷേത്രത്തിന് നൽകിയ സ്ഥലത്തിന്റെ ബാക്കി കൂടിയെടുത്ത് വിദ്യാലയവും തുടങ്ങി. 1928 SNDP യോഗം സംഘടനാ സെക്രട്ടറി ദേശാഭിമാനി TK മാധവൻ 113 നമ്പർ ശാഖയ്ക്ക് ക്ഷേത്രത്തിന്റെയും സ്കൂളിന്റെയും ഭരണനിർവഹണം കൈമാറി.